ചരിത്രം തിരുത്തിക്കുറിക്കാൻ പിറന്ന ഒരു രാജ്യം. ലോകത്തിന്റെ നെറുകയിലേക്ക് ഭാരതം നടന്നു കയറുകയാണ്. സുഹൃത്തുക്കളെ, 12 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ എവിടെയായിരുന്നു എന്ന് ഓർത്തു നോക്കൂ. സാമ്പത്തിക തകർച്ചയുടെ വക്കിൽ, അഴിമതിയുടെ കരിനിഴലിൽ, ലോകത്തെ ഏറ്റവും ദുർബലമായ 5 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഭാരതം മുദ്രകുത്തപ്പെട്ട കാലം. അന്നത്തെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത് കോടികളുടെ അഴിമതി കഥകളായിരുന്നു. ജനങ്ങൾ നിരാശരായിരുന്നു. വികസനം കടലാസുകളിൽ മാത്രമായിരുന്നു. എന്നാൽ 2014 ഭാരതം ഒരു പുതിയ വഴിത്തിരിവിലെത്തി. നരേന്ദ്രമോദി എന്ന ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരി ചെങ്കോട്ടയുടെ മുകളിൽ നിന്ന് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അത് കേവലം ഒരു മുദ്രാവാക്യമായിരുന്നില്ല, മറിച്ച് ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. ആ മാറ്റത്തിന്റെ കരുത്ത് എത്രത്തോളം ഉണ്ടെന്ന് ഇന്ന് ലോകം കാണുകയാണ്. എന്താണ് ഈ മാറ്റത്തിന് പിന്നിൽ? എങ്ങനെയാണ് പ്രതിസന്ധികളെ ഭാരതം അവസരങ്ങളാക്കി മാറ്റിയത്? ആവേശകരമായ ആ മാറ്റത്തിന്റെ കഥ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ ആദ്യം കാണേണ്ടത് ഇന്ത്യ ഇന്ന് നിൽക്കുന്ന ആ ഉയരമാണ്. 2014 ലോകത്തെ 10ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്നു ഇന്ത്യ. എന്നാൽ ഇന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ പിന്തള്ളിയത് ആരെയാണെന്ന് അറിയാമോ? നൂറ്റാണ്ടുകളോളം നമ്മളെ ഭരിച്ച ബ്രിട്ടനെ പോലൊരു സാമ്രാജ്യത്വ ശക്തിയെ അവരുടെ മണ്ണിൽ വെച്ച് സാമ്പത്തികമായി മറികടന്നുകൊണ്ട് ഭാരതം ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറി. പക്ഷേ ഇന്ത്യ അവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. സാമ്പത്തിക വിദഗ്ധരും അന്താരാഷ്ട്ര ഏജൻസികളും ഒരേ സ്വരത്തിൽ പറയുകയാണ്, വരും വർഷങ്ങളിൽ ജപ്പാനെയും ജർമ്മനിയെയും പിന്തള്ളി ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഭാരതം മാറും. ഇത് വെറുമൊരു കണക്കല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമാണ്. ലോകം സാമ്പത്തിക മാന്ദ്യത്തെ ഭയക്കുമ്പോൾ, യുദ്ധങ്ങൾക്കിടയിൽ വൻ ശക്തികൾ തളരുമ്പോൾ ഇന്ത്യ മാത്രം 7% വളർച്ചാ നിരക്കോടെ കുതിക്കുന്നു. ഇതെങ്ങനെ സാധ്യമായി? ഈ വളർച്ചയ്ക്ക് പിന്നിലെ രഹസ്യം എന്താണ്? 2014 ശേഷം ഇന്ത്യയിൽ സംഭവിച്ച ഏറ്റവും വലിയ മാറ്റം ഡിജിറ്റൽ രംഗത്താണ്. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. ജൻധൻ അക്കൗണ്ടുകളും ആധാർ മൊബൈലും ചേർന്ന ജാം ട്രിനിറ്റി വഴി ഇന്ന് അർഹതപ്പെട്ടവന്റെ കൈകളിലേക്ക് പണം നേരിട്ടെത്തുകയാണ്. അഴിമതിയുടെ ആ വലിയ വേരുകൾ സർക്കാർ അറുത്തുമാറ്റി. ഇന്ന് നമ്മൾ അഭിമാനത്തോടെ ഉപയോഗിക്കുന്ന UPI നോക്കൂ. ലോകത്തെ വൻ ശക്തികൾ പോലും അമ്പരപ്പോടെയാണ് നമ്മുടെ ഡിജിറ്റൽ പണമിടപാടുകളെ നോക്കിക്കാണുന്നത്. അമേരിക്കയിലോ യൂറോപ്പിലോ പോലും ഇല്ലാത്ത വേഗതയിൽ ഇന്ന് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ചായക്കടക്കാരൻ പോലും ഡിജിറ്റൽ പേയ്മെന്റ് സ്വീകരിക്കുകയാണ്. GST എന്ന നികുതി പരിഷ്കാരം വന്നതോടെ ഒരു രാജ്യം ഒരു നികുതി എന്ന ലക്ഷ്യത്തിലേക്ക് മാറി. ഇതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന 2.10 ലക്ഷം കോടിയുടെ റെക്കോർഡ് GST വരുമാനം. രാജ്യം സാമ്പത്തികമായി കരുത്താർജിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇതാണ്. ഒരു രാജ്യം വികസിക്കണമെങ്കിൽ അതിന്റെ രക്തധമനികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന റോഡുകളും റെയിൽവേയും വികസിപ്പിക്കണം. 2014 ശേഷം ഇന്ത്യയിലെ ദേശീയ പാതകളുടെ നിർമ്മാണ വേഗത ഇരട്ടിയിലധികമായി. വന്ദേ ഭാരത് എക്സ്പ്രസുകൾ ഇന്ന് ഇന്ത്യൻ റെയിൽവേയുടെ ആധുനിക മുഖമായി മാറി. വിമാനത്താവളങ്ങളുടെ എണ്ണം ഇരട്ടിയായി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വഴി നമ്മൾ ലോകത്തിന്റെ ഫാക്ടറിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 10 വർഷം മുമ്പ് മൊബൈൽ ഫോണുകൾക്കായി നമ്മൾ ചൈനയെയും മറ്റു രാജ്യങ്ങളെയും ആശ്രയിച്ചിരുന്നെങ്കിൽ ഇന്ന് ലോകത്തെ 2ാമത്തെ വലിയ മൊബൈൽ നിർമ്മാതാക്കളാണ് ഭാരതം. ആപ്പിളും സാംസങ്ങും ഇന്ന് ഇന്ത്യയിൽ ഫോണുകൾ നിർമ്മിച്ച് ലോകമെമ്പാടും കയറ്റുമതി ചെയ്യുകയാണ്. പ്രതിരോധ മേഖലയിൽ പോലും നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ്. ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യം ഇന്ന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന തലത്തിലേക്ക് വളർന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് ഇന്ന് മുൻപത്തേക്കാൾ വലിയ സ്വീകാര്യതയുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യങ്ങളിലും അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും ഭാരതം സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നു. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങരുതെന്ന പാശ്ചാത്യ രാജ്യങ്ങൾ ഭീഷണിപ്പെടുത്തിയപ്പോഴും സ്വന്തം ജനതയുടെ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ആ തീരുമാനവുമായി മുന്നോട്ടു പോയി. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ ഭാരതീയരെ യുദ്ധഭൂമിയിൽ നിന്ന് സുരക്ഷിതമായി നാട്ടിലെത്തിച്ച ഓപ്പറേഷൻ ഗംഗ പോലുള്ള ദൗത്യങ്ങൾ ഇന്ത്യയുടെ നയതന്ത്ര വിജയങ്ങളാണ്. ഇന്ന് ലോകം നേരിടുന്ന വലിയ പ്രശ്നങ്ങളിൽ പരിഹാരത്തിനായി ലോക നേതാക്കൾ ഭാരതത്തെയും നരേന്ദ്രമോദിയെയും ഉറ്റുനോക്കുകയാണ്. ഇത് പുതിയ ഇന്ത്യയാണ്, ആരുടെയും മുന്നിൽ തലകുനിക്കാത്ത ഭാരതം. ഇനി എങ്ങനെയാണ് ഇന്ത്യ ഇത്ര വേഗം ലോകത്തിന്റെ സാമ്പത്തിക ശക്തിയായി മാറിയതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതിനുള്ള പ്രധാന ഉത്തരം GST അഥവാ ചരക്ക് സേവന നികുതിയാണ്. 2017 മുമ്പുള്ള ഇന്ത്യ ഒന്ന് ഓർത്തു നോക്കൂ. ഒരു സാധനം ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിർത്തികളിൽ കിലോമീറ്ററുകളോളം ലോറികൾ
കാത്തുകിടക്കണമായിരുന്നു. ഓരോ സംസ്ഥാനത്തും ഓരോ നികുതിക്ക് മേൽ വീണ്ടും നികുതി. സാധാരണക്കാരന് സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ വിലയുടെ വലിയൊരു ഭാഗം നികുതിയായി നൽകേണ്ടി വരുമായിരുന്നു. എന്നാൽ 2017 ജൂലൈയിൽ അർദ്ധരാത്രിയിൽ പാർലമെന്റ് ഒന്നടങ്കം ആ ചരിത്രപരമായ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചു. ഒരു രാജ്യം ഒരു നികുതി എന്ന മുദ്രാവാക്യവുമായി GST നിലവിൽ വന്നു. 17ഓളം വ്യത്യസ്ത നികുതികളെ സംയോജിപ്പിച്ച് നടപ്പിലാക്കിയ ഈ പരിഷ്കാരം ഇന്ത്യയെ ഒരൊറ്റ വിപണിയാക്കി മാറ്റി. ആദ്യമൊക്കെ ഇതിനെക്കുറിച്ച് പല ആശങ്കകളും ഉയർന്നിരുന്നു. എന്നാൽ ഇന്ന് ഫലം നമ്മുടെ മുന്നിലുണ്ട്. ഇനി കഴിഞ്ഞ ഏപ്രിലെ കണക്കുകൾ നോക്കൂ. 2.10 ലക്ഷം കോടി രൂപയാണ് ഒറ്റ മാസം കൊണ്ട് GST വരുമാനമായി രാജ്യത്തിന് ലഭിച്ചത്. ഇത് വെറുമൊരു സംഖ്യയല്ല. രാജ്യത്ത് കച്ചവടം വർദ്ധിക്കുന്നു എന്നതിന്റെയും നികുതി വെട്ടിപ്പ് കുറയുന്നു എന്നതിന്റെയും കൃത്യമായ തെളിവാണ്. ഈ പണമാണ് ഇന്ന് നമ്മുടെ നാടിന്റെ വികസനത്തിന്, അത് റോഡുകളായാലും റെയിൽവേ ആയാലും സൗജന്യ റേഷനായാലും ഇന്ധനമായി മാറുന്നത്. നികുതി ഘടന സുതാര്യമായതോടെ ബിസിനസ് ചെയ്യുന്നത് എളുപ്പമായി. ഇന്ന് ലോകത്തിലെ വലിയ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നതിന്റെ പ്രധാന കാരണവും ഈ ഏകീകൃത നികുതി വ്യവസ്ഥയാണ്. GSTയും ഡിജിറ്റൽ വിപ്ലവവും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ നേട്ടങ്ങൾ പാവപ്പെട്ടവരിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അവിടെയാണ് മോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളുടെ വിജയം. 2014 മുൻപ് ബാങ്ക് അക്കൗണ്ടുകൾ എന്നത് നഗരവാസികളുടെ മാത്രം അവകാശമായിരുന്നു. എന്നാൽ ഇന്ന് ജൻധൻ യോജന വഴി കോടിക്കണക്കിന് ഗ്രാമീണർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ ലഭിച്ചു. ഇന്ന് ഗ്യാസ് സബ്സിഡി ആയാലും കർഷകർക്കുള്ള ധനസഹായമായാലും ₹1 പോലും ചോർന്നു പോകാതെ ഗുണഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തുകയാണ്. ഇനി അതുപോലെ തന്നെ ശ്രദ്ധേയമാണ് കാർഷിക വാഹന വിപണിയിലെ കുതിച്ചുചാട്ടം. ഈ വർഷം ഇന്ത്യയിലെ കാർഷിക വിൽപ്പനയിൽ ഉണ്ടായ റെക്കോർഡ് വളർച്ച നമ്മുടെ ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിച്ചു എന്നതിന്റെ വലിയൊരു അടയാളം തന്നെയാണ്. ഇടത്തരക്കാരുടെ സ്വപ്നങ്ങൾക്ക് ഇന്ന് ചിറകുമുളച്ചിരിക്കുകയാണ്. പക്ഷിമേഴ്സിയിൽ യുദ്ധം നടക്കുമ്പോൾ ലോകം മുഴുവൻ ഊർജ പ്രതിസന്ധിയെ ഭയക്കുമ്പോൾ ഇന്ത്യ മാത്രം തളരാതെ നിന്നത് റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങാനുള്ള സർക്കാരിന്റെ തീരുമാനങ്ങൾ കൊണ്ടാണ്. അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തി നമ്മളെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചപ്പോഴും ഭാരതം വഴങ്ങിക്കൊടുത്തില്ല. നമ്മുടെ ദേശീയ താല്പര്യമാണ് വലുതെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ മോദിക്ക് സാധിച്ചു. ഇതിലൊക്കെ ഉപരിയായി ലോകത്തെ ഞെട്ടിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ലോകത്തെ വൻ ശക്തികൾ പോലും സാമ്പത്തിക മാന്ദ്യത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യ മാത്രം ഇത്ര കരുത്തോടെ മുന്നേറുന്നത്? ഇവിടെയാണ് നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ കഴിവ് ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത്. ഒരിക്കൽ ഇന്ത്യയെ ഉപദേശിച്ചിരുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യയുടെ സാമ്പത്തിക മോഡലിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യപ്പെടുകയാണ്. കോവിഡ് മഹാമാരി ലോകത്തെ തകർത്തെറിഞ്ഞപ്പോൾ ഇന്ത്യ തകരുമെന്ന് പ്രവചിച്ചവർക്ക് മുൻപിൽ സ്വന്തമായി വാക്സിൻ നിർമ്മിച്ചും അത് ലോകരാജ്യങ്ങൾക്ക് എത്തിച്ചു നൽകിയും വിശ്വഗുരു എന്ന പദവിയിലേക്ക് ഇന്ത്യ ഉയർന്നു. റഷ്യ യുക്രൈൻ യുദ്ധകാലത്ത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും ഇന്ത്യയുടെ താല്പര്യമാണ് എനിക്ക് വലുതെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ മോദിക്ക് കഴിഞ്ഞു. അറബ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. മോദിക്ക് ആ രാജ്യങ്ങൾ നൽകുന്ന പരമോന്നത ബഹുമതികൾ ഭാരതത്തിന്റെ മാറിയ കരുത്തിന്റെ അടയാളമാണ്. ലോകവേദികളിൽ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടന്നു വരുമ്പോൾ ലോക നേതാക്കൾ നൽകുന്ന ആദരവ് നമ്മൾ കാണുന്നുണ്ട്. അത് കേവലം ഒരു വ്യക്തിക്ക് നൽകുന്ന ബഹുമതിയല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ പ്രതിനിധിയായി ലോകത്തെ മൂന്നാമത്തെ ശക്തിയാകാൻ പോകുന്ന ഒരു രാജ്യത്തിന്റെ നായകന് നൽകുന്ന അംഗീകാരം തന്നെയാണ്. ശത്രു രാജ്യങ്ങൾ പോലും ഇന്ന് ഇന്ത്യയുടെ നീക്കങ്ങളെ ഭയത്തോടെയും ആദരവോടെയും വീക്ഷിക്കുകയാണ്. ഇതൊരു പുതിയ ഭാരതമാണ്. സ്വന്തം വഴി വെട്ടിത്തെളിക്കുന്ന, ലോകത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള നവഭാരതം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.